ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ പ്രസൻറ്റേഷൻ. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവളത്തുള്ള ലീല കെമ്പൻസ്കി ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് 200 മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സീ വ്യൂ ഗേറ്റഡ് കോമ്പൗണ്ട്സ് ആണ്. അപ്പോൾ ഹോട്ടൽ ലീല കെമ്പൻസ്കി കഴിഞ്ഞ് ജസ്റ്റ് ഒരു 100 മീറ്റേഴ്സ് കഴിഞ്ഞാൽ നമുക്ക് ബീച്ച് റോഡിൽ നിന്ന് റൈറ്റിലോട്ടുള്ളൊരു റോഡാണ് എടുക്കുള്ളത്. അത് 4 മീറ്റർ വൈഡ് റോഡാണ്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ലൊരു എലിവേഷനിലാണ് ഈ റോഡ് കിടക്കുന്നത്. അങ്ങനെ വരുന്നതുകൊണ്ട് നമുക്ക് ഈ പ്ലോട്ടിൽ എക്കാലത്തും ഒരു അൺഅബ്സ്ട്രക്റ്റഡ് ആയിട്ടുള്ള സീ വ്യൂ കിട്ടും. കാര്യം ഇപ്പോഴും ഡൗൺ ദ ലൈന് കുറച്ച് കോട്ടേജസും റിസോർട്ട്സും മാത്രമേ ഉള്ളൂ. പിന്നെ ഫർദർ ഡെവലപ്മെൻറ്റ് വരികയാണെങ്കിലും ആ ബിൽഡിങ്സ് ഒരിക്കലും ആ സീ വ്യൂ ഒബ്സ്ട്രക്റ്റ് ആവുകയില്ല. അപ്പോഴേ പ്ലോട്ടിൻ്റെ ലേ ഔട്ട് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇതാണ് നമ്മുടെ അപ്രോച്ച് റോഡ്. അത് കഴിഞ്ഞാൽ 4 മീറ്റർ വീതിയുള്ള ഒരു ഇൻറ്റേർണൽ റോഡ് ഉണ്ട്. അതിൽ റോഡിന് ഫേസിംഗ് ആയിട്ട് 2 സൈഡിൽ 4 പ്ലോട്ട്സാണ്. ഫസ്റ്റ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ 4 സെൻറ്റാണ്. സെക്കൻഡ് പ്ലോട്ടും 4 സെൻറ്റ് തന്നെയാണ്. തേർഡ് പ്ലോട്ടും 4 സെൻറ്റ്. ഫോർത്ത് പ്ലോട്ട് 4.5 സെൻറ്റാണ്. പിന്നെ ബാക്കിൽ ഒരു 5 സെൻറ്റ് പ്ലോട്ടുണ്ട്. അത് ഇതിൻ്റെ അകത്തുള്ള ഇൻറ്റേർണൽ റോഡ് വഴി അക്സസിബിൾ അല്ല. പക്ഷേ ഈ റോഡ് കറങ്ങിയിട്ട് അപ്പുറത്തോട്ട് പോകുന്നുണ്ട്. 4 മീറ്റർ റോഡ് തന്നെയാണ്. അതിന് സൈഡിലായിട്ടാണ് ഈ 5 സെൻറ്റ് പ്ലോട്ട് കിടക്കുന്നത്. അല്ല, ഇതിന് ഇൻറ്റേർണൽ റോഡും കൂടെ വേണമെങ്കിൽ ഈ 5 സെൻറ്റ് പ്ലോട്ടും ഈ 4 സെൻറ്റ് പ്ലോട്ടും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ പ്ലോട്ട് ആക്കാന്നേ ഉള്ളൂ. അപ്പോൾ 9 സെൻറ്റ് പ്ലോട്ടായിട്ട് മാറുള്ളൂ. അപ്പോൾ ഇതിന് ഈ ഇൻറ്റേർണൽ റോഡിൻ്റെ ഫേസിങ് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്ലോട്ടിൻ്റെ ജനറൽ ലേഔട്ട് കിടക്കുന്നത്. ഫർദർ ഡീറ്റെയിൽസ് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ഒരു PDF ഫയലായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോഴും നമ്മൾ പ്ലോട്ടിൻ്റെ പാർട്ടീഷൻ വർക്കും ഇൻറ്റേർണൽ റോഡൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പെർഫെക്റ്റ്ലി ലെവലായിട്ടുള്ള പ്ലോട്ട്സാണ് എല്ലാം. അതുകൂടാതെ എലിവേറ്റഡ് പൊസിഷനിലാണെങ്കിലും ഇതിന് വാട്ടറിൻ്റെയും അതുപോലെ തന്നെ ഉള്ള പ്രോബ്ലംസ് ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ബോർവെൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടർ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. വളരെ കാം ആൻഡ് ക്വയറ്റ് ഏരിയയാണ്. ഇവിടെ ഉള്ള ചുറ്റുപാടുള്ള നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഫോറിൻ നാഷണൽസാണ് കൂടുതലുള്ളത്. കാര്യം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് വില്ലാസായിട്ട് റെൻ്റ് ഔട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് റെസിഡൻഷ്യൽ പർപ്പസിന് ഉപയോഗിക്കാം. അതുപോലെ റെൻ്റ് ഔട്ടായിട്ട് ഫോറിനേഴ്സ് റെൻ്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയെങ്കിൽ അങ്ങനെയും ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോഴേ നിങ്ങൾക്കിത് വേക്കൻ്റ് ആയിട്ടുള്ള പ്ലോട്ട്സ് ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിവിടെ കസ്റ്റം ഹൗസ് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് നമ്മൾ കെട്ടിത്തരുകയും ചെയ്യുന്നതായിരിക്കും. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അഡ്വാൻസ് ആയിട്ടുള്ള ഡിസൈൻ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടേതായ സ്വന്തം കൺസ്ട്രക്ഷൻ ടീമുണ്ട്. നമ്മളെ സ്വന്തം വർക്കേഴ്സാണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ് കൺസ്ട്രക്ഷൻ മാനേജ് ചെയ്യുന്നത് നമ്മുടെ ഫോർമാൻ തന്നെയാണ്. അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ ആവശ്യമുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഡിസൈൻ ചെയ്ത് കൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം നിങ്ങൾ ഇതുപോലെ റെഡിമെയ്ഡ് വില്ലാസ് അതൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് പ്രൈസിൽ അപ് ടു 40% ലെസ് പ്രൈസിൽ നിങ്ങൾക്ക് ഇവിടെ കസ്റ്റമൈസ് ചെയ്ത് വീട് വെച്ച് തരാനുള്ളതിൻ്റെ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഈ ഗേറ്റഡ് കോമ്പൗണ്ടിന് വളരെ യുണീക്കായിട്ടുള്ള ചില വാല്യൂ അഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ഇതിന് കണക്ടിവിറ്റിയാണ്. വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ വളരെ ഒരു ഹൈലി ആംബിയൻ്റ് ആയിട്ടുള്ളൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, കോവളം ബീച്ച് ബസ് സ്റ്റോപ്പ്. അതൊരു കാര്യമാണ്. പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ കോവളം ബൈപ്പാസാണ് ഇതിന് കണക്ടിവിറ്റീൻ്റെ മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഇതിൻ്റെ മൂന്നാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ കോവളം ബീച്ച് തന്നെയാണ്. അപ്പോൾ ഒരു ബീച്ചിന് എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉണ്ട് അതെല്ലാം ഇതിന് കിട്ടും. ബാക്കിയുള്ള മുഖ്യ പീസ് ഓഫ് ലാൻഡും നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് അതുപോലെ എക്സസൈസിനോ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഒരു ഔട്ടിങ്ങിനോ എന്നുള്ള ഫെസിലിറ്റി അതിൻ്റെ അകത്ത് ഇല്ല. പക്ഷേ ഇതാണെങ്കിൽ ഒരു വലിയൊരു ബ്യൂട്ടിഫുൾ ആംബിയൻ ബീച്ച് തന്നെ എൻ്റെ ഫ്രണ്ടിൽ ഉണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ വേറെ പ്രത്യേകത. പിന്നെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എലിവേറ്റഡ് പൊസിഷൻ തന്നെയാണ് ഇതിൻ്റെ അടുത്ത വാല്യൂ അഡ്വാൻറ്റേജ്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആംബിയൻസ് അല്ലെങ്കിൽ ഒരു വൈബ് ഈ എലിവേറ്റഡ് പൊസിഷൻ കൊണ്ട് ഇതിന് കിട്ടും. അതുപോലെ എക്കണോമിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ബീച്ച് ടൂറിസമാണ് ഇതിൻ്റെ വേറെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ടൂറിസ്റ്റുകൾക്ക് റെൻ്റ് ഔട്ട് ചെയ്യാനും പറ്റും. ഇതിൻ്റെ ബിൽഡിങ് അതൊരു വളരെ ഒരു ഹൈ ആയിട്ടുള്ളൊരു ഇൻകം ഫ്ലോ ക്രിയേറ്റ് ചെയ്യും ഡിപ്പെൻഡിങ് അപ്പോൺ ഹൗ ഇറ്റ് ഈസ് മാർക്കറ്റ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ടാഗ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പ്ലോട്ടിനും അതിൻ്റെ പ്രോപ്പർട്ടിക്കകത്തുള്ള ലൊക്കേഷൻ അനുസരിച്ച് പ്രൈസ് വേരി ചെയ്യും. പിന്നെന്ന് പറഞ്ഞാൽ മാർക്കറ്റ് കണ്ടീഷൻസ് അനുസരിച്ചും പ്രൈസ് വേരി ചെയ്യും. അപ്പോൾ എന്നാൽ ലാൻഡിൻ്റെ പ്രൈസ് നിങ്ങൾക്ക് സൈറ്റ് വിസിറ്റിൻ്റെ ടൈമിൽ നമ്മൾ കൺവേ ചെയ്യുന്നതായിരിക്കും. കാര്യം അതൊരു വേരിയബിൾ ഫാക്ടറാണ്. അപ്പോൾ നിങ്ങൾക്ക് ലാൻഡ് മാത്രം വാങ്ങിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ ലാൻഡിൻ്റെ പ്രൈസ് മാത്രം പേ ചെയ്താൽ മതി. കൺസ്ട്രക്ഷൻ ആവശ്യമാണെങ്കിൽ നമ്മൾ കൺസ്ട്രക്ഷൻ ചെയ്തു തരും. കൺസ്ട്രക്ഷൻ്റെ പ്രൈസ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഡിസൈൻ
നമ്മൾ അബ്സല്യൂട്ട് ഫ്രീ ഓഫ് കോസ്റ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രോ റാറ്റയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത്. അതായത് ചെയ്തു പോകുന്നതിനനുസരിച്ച് നിങ്ങൾ പേ ചെയ്യാണ് ചെയ്യുന്നത്. അത് മെറ്റീരിയലിൻ്റെ പേയ്മെൻറ്റും ലേബറിൻ്റെ പേയ്മെൻറ്റും സെപ്പറേറ്റ് ആയിട്ടാണ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ സൈറ്റിൽ വന്നതിൻ്റെ ശേഷം മാത്രം അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയാൽ മതിയാവും. ലേബർ അതുപോലെ തന്നെ വർക്ക് പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രം പേയ്മെൻറ്റ് വരികയുള്ളൂ. അതുകൂടാതെ നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങൾക്ക് ഈ കൺസ്ട്രക്ഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മോണിറ്റർ ചെയ്യാൻ പറ്റും. കാര്യം എന്നാൽ 24 hours നമ്മളൊരു CCTV ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഫുൾ കൺട്രോളിലാണ് നിൽക്കും. കാര്യം എന്നാൽ പ്രോറാറ്റ പേയ്മെൻറ്റാണ്. അതും ഇതായിട്ട് ഡിവൈഡ് ചെയ്ത് മെറ്റീരിയലിന് സെപ്പറേറ്റ് സൈറ്റിൽ വന്നതിന് ശേഷം മാത്രം ആ മെറ്റീരിയൽ പേയ്മെൻറ്റും അതുപോലെ തന്നെ ലേബറും ആസിഡ് ഗോസ് പ്രോറാറ്റയാണ് അതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. അതുപോലെ കൺട്രോളും അതുപോലെ തന്നെ ഡയറക്റ്റ് CCTV ആക്സസ് കാണാം. അത് വീട്ടിൻ്റെ അകത്ത് വർക്ക് നടക്കുമ്പോൾ പോലും നമുക്ക് നടക്കുന്ന ഏരിയയിൽ നമ്മൾ CCTV ആക്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഫർദർ ഡീറ്റെയിൽസ് PDF ഫോർമാറ്റിൽ നമ്മൾ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈറ്റ് വിസിറ്റിന് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ വിളിച്ചെന്നാൽ മതി. നമ്മൾ ഒരു ഡീറ്റെയിൽ സൈറ്റ് വിസിറ്റ് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.